ഇത് റിയൽ അനാലിസിസിന്റെ ഭാഗമാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n+1 plus 1/n+2 up to 1/2n equals options 0, 1/2, 2/3, 3/4, infinity, log 2. നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഉത്തരം കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞു 2 മാസം മുമ്പ് പഠിപ്പിച്ചതാണ്. ഈ 1/n+1ന്റെ ലിമിറ്റ് എത്രയാണ്? n ലാർജ് ആകുമ്പോൾ 1/n+1 0 അല്ലേ? അടുത്തതോ എല്ലാം 0 അല്ലേ? ഇപ്പോൾ ഉത്തരം എത്ര വരണം? അങ്ങനെ നോക്കിയാൽ 0 ആണ്, പക്ഷെ 0 അല്ല. ഈ ലിമിറ്റ് സമ്മിന്റെ ലിമിറ്റ് ഓരോന്നിൻ്റെ സമ്മെന്ന് എഴുതണമെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഫൈനൈറ്റ് ആയിരിക്കണം. ഇവിടെ n ടേംസോ ഉള്ള എന്നും ഇൻഫിനിറ്റി എൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. ഇത് കണ്ടാൽ മിക്കവാറും പേര് 0 എന്ന് എഴുതി വെക്കും. ഇത് ഞാൻ അന്നേരം ഒരു ലെങ്തി പ്രൂഫ് പറഞ്ഞു, അത് ഞാനിപ്പോൾ ഒന്നുകൂടെ പറയുന്നില്ല, എളുപ്പം ചെയ്യുന്നതേ പറയാം. ഈ റെയ്മാൻ തിയറി, ഇൻ്റഗ്രേഷൻ്റെ റെയ്മാൻ തിയറിയാണ് പറയുന്നത്. ഇൻ്റഗ്രൽ 0 to 1 fx dx എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു f0 1/n ഇൻറ്റു സിഗ്മ r ഈക്വൽ 0 to n-1 f r/n എന്നാണ്. അകത്ത് r/n-നുള്ള ഫംഗ്ഷൻ, പുറത്ത് 1/n. എന്നിട്ട് ലിമിറ്റ് n ലാർജ് ആക്കുക. അതിൻ്റെ ആ സമ്മിനെയാണ് ഇൻ്റഗ്രൽ 0 to 1 fx dx എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വേറെ പ്രൂഫ് പറഞ്ഞായിരുന്നു, അതിപ്പോൾ ഇനി പറയുന്നില്ല. എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സിഗ്മ r ഈക്വൽ 1 to n 1/n+r എന്ന് എഴുതത്തില്ലേ? 1/n+rൽ r 1 എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നത്? 1/n+1. 2 എടുക്കുമ്പോൾ 1/n+, ലാസ്റ്റ് n കൊടുക്കുമ്പോഴോ 1/n+n, അത് കിട്ടുന്നില്ലേ? അപ്പം നമുക്ക് ഈ തിയറി അപ്ലൈ ചെയ്യുമ്പം അകത്ത് r/n വേണം, പുറത്ത് n വേണം. n പുറത്തെടുത്ത് കഴിഞ്ഞാലേ r/n അകത്ത് വന്നില്ലേ? അപ്പോൾ ഈ ഫോം ആയില്ലേ? പിന്നെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. 0 to n-1 പകരം 1 to n ആണ്. 0യിലെ ടേം കൂടി ഇല്ല, എന്നിലെ ടേം കൂടുതലും ഉണ്ട്. അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം 0 കൊടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1 എന്നാണ് കിട്ടുന്നത്. 1/n അതിൻ്റെ ലിമിറ്റ് എത്രയാണ്? 0 അല്ലേ? അത് ഈ ഫൈനൈറ്റ് നമ്പർ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ലിമിറ്റിൽ മാറ്റം വരത്തില്ല. അപ്പോൾ ഒരെണ്ണം കുറവും ഒന്ന് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ n 0 കൊടുക്കും 1/n, അതിൻ്റെ ലിമിറ്റ് 0 ആണ്. n കൊടുക്കുമ്പം 2n ആണ്, അതിന് രണ്ടിൻ്റെ ലിമിറ്റ് 0 ആയതുകൊണ്ട് ഇത് ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ f r/n എത്രയാണ് ഇവിടെ? പുറത്ത് 1/n ഇല്ലേ കമ്പയർ ചെയ്യുമ്പം? 1/1 + r/n. അപ്പോൾ fx എത്രയായിരിക്കും? 1/1 + x എന്ന് കിട്ടും. അപ്പോൾ ഇത് എത്ര കിട്ടും? ഇൻ്റഗ്രൽ 0 to 1 fx dx എന്ന് കിട്ടും. fx എന്ന് പറയുന്നത് 1/1 + x ആണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? log 2 - log 1. log 1 എത്രയാണ്?
സീറോയാണ്. അപ്പോൾ ലോഗ് 2 എന്ന് വരും. ലോഗ് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.693 എന്നാണ്. ഇനി വേറൊരു പ്രൂഫ് അത് എഴുതുന്നില്ല, വേറെ പ്രൂഫ് കൂടെ പറയാം. അന്ന് പഠിപ്പിച്ചതേ ഒരു മൊണോട്ടോണിക് ബൗണ്ടഡ് സീക്വൻസ് കൺവേർജ് ചെയ്യും എന്ന തിയറമുണ്ട്. മൊണോട്ടോണിക് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആകാം, ഡിക്രീസിങ് ആകാം. ഇതിൽ ഇങ്ങോട്ട് വരുന്നവരും കുറഞ്ഞല്ലേ വരുന്നത്. ഏറ്റവും കുറവ് ഇവിടെയും ഏറ്റവും കൂടുതൽ ഇതുമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ആദ്യം പഠിപ്പിച്ച പ്രൂഫാണ് പറയുന്നത്. ഇത് ഏറ്റവും ചെറുത് ഇതാണെന്നല്ലേ പറയുന്നത്, വലുത് ഇതാണ്. അപ്പോൾ ഇത് ഏറ്റവും വലുത് ആദ്യം കൊടുത്തു കഴിഞ്ഞാലേ എല്ലാത്തിനും വലുതങ്ങ് കൊടുക്കുക. അപ്പോൾ അതിനേക്കാൾ ലെസ് ആയിരിക്കത്തില്ലേ. ഏറ്റവും ചെറുത് കൊടുത്താലോ, ഏറ്റവും ചെറുത് 1/2n അല്ലേ. അപ്പോൾ ആക്ച്വൽ എന്ന് പറയുന്നത് രണ്ടിനും ഇടയ്ക്കാണ്. ഇത് 1/2n n ടൈംസ് ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നത്? n/2n എന്ന് കിട്ടും. ഇത് n/n+1 എന്നും കിട്ടും അല്ലേ. 1/2 എന്ന് കിട്ടും. ലെസ് ദാൻ 1/n+1, 1/n+2 എക്സെട്ര 1/2n ലെസ് ദാൻ. ഇത് ഒന്നി കുറഞ്ഞൊരു നമ്പർ അല്ലേ. ഇപ്പം ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഇത് ഒന്നിനും ഹാഫിനും ഇടയ്ക്കാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ആണെന്നാണ്. ഇനി മോണോട്ടോണിക് ഇൻക്രീസിംഗ് തെളിയിക്കാനായിട്ട് ഇത് an എടുത്തു കഴിഞ്ഞാലേ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും അങ്ങ് എടുക്കുകയാണ്. ഇനി ഏതായാലും പറഞ്ഞേക്കാം. അപ്പോൾ an+1 എന്ത് കിട്ടും? എന്നിന് പകരം n+1 ഉണ്ടേ, n+2 ആയിരിക്കും തുടങ്ങുന്നത് അല്ലേ. n+3 അപ് ടു 1/2 ഇൻറ്റു n+1 എന്ന് കിട്ടും. 2n+2 കിട്ടും ഇല്ലേ. അപ്പോൾ അതിന് മുമ്പിലത്തെ ടൈം എഴുതിയാൽ 2n വരും ഇല്ലേ. ഇല്ല, അത് പിന്നെ പറയാം. ഇത് എഴുതിയിട്ടാണ് ഇല്ല തുടയ്ക്കാൻ പോകും. എഴുതിയില്ലല്ലോ ഞങ്ങൾ. ആദ്യം ഇത് എഴുതിയെടുക്കുക. റിസൾട്ട് തന്നെയാണ്. അപ്പം നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ല എന്ന് വ്യക്തം. ആരും ഒന്നും പറഞ്ഞില്ല. ഉത്തരം കാണാതെയെങ്കിലും പഠിച്ചു പറഞ്ഞില്ല. റിസൾട്ട് എന്ന് എഴുതിക്കുക. ഇൻ്റഗ്രൽ 0 to 1 fx dx ഈക്വൽ ടു ക്വസ്റ്റ്യൻ എഴുതിയില്ലേ. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n+1 പ്ലസ് 1/n+2 എക്സെട്ര അപ് ടു 1/2n ഈക്വൽസ്. ആദ്യത്തെ 0, രണ്ടാമത്തെ 2/3, മൂന്നാമത്തെ ഇൻഫിനിറ്റി, നാലാമത്തെ ലോഗ് 2. ഈ റിസൾട്ട് ഇൻ്റഗ്രൽ 0 to 1 fx dx റൈമാൻ തിയറി ഓഫ് ഇൻ്റഗ്രേഷൻ റിയൽ അനാലിസിസ് പഠിക്കുന്നതാണ്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു സിഗ്മ r equal 0 to n-1 f of r/n. ഇനി ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടം വരെയുണ്ട്. ഇന്ന് f/r/n അങ്ങനെയാണ് എഴുതി. ഇനി ഒരു ദിവസം ഇവിടെ വരുന്നത് കൂടാതെ ഒരു 4 മണിക്കൂറെങ്കിലും പഠിക്കണം. ഇവിടെ വരുന്നത് കൂടാതെ രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 3 മണിക്കൂർ. രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേക്കുവോ? 5 മണിക്കാ?
ഇല്ല. ഉറങ്ങുമ്പം 11:30 12 മണി കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് എഴുന്നേക്കാൻ ഒക്കെയില്ല. ഇല്ല. സ്കൂളിൽ പോകുമ്പോൾ ഉറക്കമാണ് മുഴുവൻ സമയം. അത് ഒരു മണിക്കൂറല്ലേ ഉള്ളൂ. 1 മണിക്കൂർ ഉറക്കും. ആ പിന്നെ ഇവൻ അങ്ങനെ ഉറങ്ങത്തില്ല. ഇവൻ 10:30 ഉറങ്ങത്തുള്ളൂ. അപ്പോൾ 10:30 ഉറങ്ങും. ഉച്ചക്ക് ചിലപ്പോ സ്കൂളിൽ ഉറങ്ങും. ഏത് അപ്പൊ നേരത്തെ ഉറങ്ങണമെന്നുള്ള. ഞാൻ 11:30 കേട്ടോ. എനിക്ക് പത്രങ്ങളിൽ വായിക്കാൻ. എഴുതിയെടുത്താൽ log 2 എന്ന് കേട്ടെ. log 2ന്റെ വാല്യൂ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. log 2 എന്നേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഫോണിൽ കിട്ടുമല്ലോ, ln എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ കിട്ടും. 0.6931 എന്നാണ്. ഈ ഫോണിൽ നോക്ക് സംശയം ഉണ്ടെങ്കിൽ. ln അടിക്കണം. log n, log 2 ബേസ് ഇ എന്നുള്ളതാണ് ln എന്ന് പറയുന്നത്. പക്ഷെ ഓപ്ഷനിൽ 0.6931 എന്നൊന്നും വരികയില്ല. log 2 എന്നേ വരും. 4 ഡെസിമൽ വരെയൊക്കെ അറിഞ്ഞാൽ മതി. ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ജീവിക്കരുത്. പിന്നെ അറിയണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നതാണ് മറുപടി പറയാൻ? ഒന്നും അറിഞ്ഞില്ലെങ്കിലും ജീവിക്കാൻ നിങ്ങൾക്ക്. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇത് അറിഞ്ഞാലാണ് ജീവിക്കുന്നത്. പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ ഇതൊക്കെ അറിയണമെന്ന് പറഞ്ഞു. അത് എഴുതിയല്ലോ അല്ലേ? ഇനി അനദർ പ്രൂഫ് എന്ന് എഴുതേ. ഇത് ഇനിയും പറയുന്ന പ്രൂഫിൽ ഇതിന്റെ കൺവെർജ് ചെയ്യുമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. log 2ലേക്ക് കൺവെർജ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതാ ഇനി പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ റിസൾട്ട് എഴുതിയെടുക്കുക. തീറം എന്ന് എഴുതിക്കുക. വേറെ ഒരു പ്രൂഫിന് വേണ്ടിയാണത്. A monotonic bounded sequence is convergent. A monotonic bounded sequence is convergent. Monotonic എന്നാൽ ഒരു ഇൻക്രീസിങ് ആകും അല്ലെങ്കിൽ ഡിക്രീസിങ്. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ n കൂടുമ്പം ഫംഗ്ഷൻ കൂടുന്നതിനാണ് ഇൻക്രീസിങ് എന്ന് പറയുന്നത്. n കൂടുമ്പം ഫംഗ്ഷൻ കുറഞ്ഞാൽ ഡിക്രീസിങ് എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ ഇത്രയും കൂടെ എഴുതിയാലേ. എ monotonic increasing bounded sequence. അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ്. ബൗണ്ടഡ് സീക്വൻസ് ഈസ് കൺവെർജന്റ്. അത് കഴിഞ്ഞ് അതിന് കുറച്ചുകൂടെ വിശദീകരണം എഴുതിയ എ monotonic increasing bounded sequence. A monotonic increasing bounded sequence converges to its supremum. Converges to its supremum അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. കൺവെർജസ് ടു ഇറ്റ്സ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ സുപ്രീമം. അത് കഴിഞ്ഞിട്ട് എ monotonic decreasing sequence. എ monotonic decreasing ബൗണ്ടഡ് എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടോ? അടുത്ത എ monotonic decreasing bounded sequence converges to its infimum അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഇനി ഈ 1/n+1 എന്ന് പറയുന്നത് ലെസ് ദാൻ 1/2n അല്ലേ? അതുപോലെ 1/n+2 ലെസ് ദാൻ 1/2n ആയിരിക്കും അല്ലേ? എക്സെട്ര. ഇഫ് n 1 ആണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ആയിപ്പോവേ. ഇപ്പൊ n greater than 1 ഇത് ശരിയാവത്തുള്ളൂ.
if n greater than 2, greater than 1, greater than 2 എന്നല്ല. ഓൾസോ 1/n+2 എന്ന് പറയുന്നത് ലെസ് ദാൻ നോക്കട്ടെ ശരിയാണോ. 1/n+1 ലെസ് അല്ല കേട്ടോ, ഇവിടെ ഗ്രേറ്റർ ആണ്. ഇനീക്വാളിറ്റി എഴുതി തിരിഞ്ഞു പോയി അല്ലേ, ശരിയല്ലേ? ഓൾസോ 1/n+2 ലെസ് ദാൻ 1/n+1, 1/n+3 ലെസ് ദാൻ 1/n+1, അവസാനം 1/2n ലെസ് ദാൻ 1/n+1 ആയിരിക്കും അല്ലേ. Therefore 1/2n plus 1/2n etc. up to 1/2n n times is less than 1/n+1 plus 1/n+2 up to 1/2n less than 1/n+1 plus 1/n+1 etc. up to 1/n+1 n times. ഇത് എത്ര n/2n അല്ലേ വരുന്ന അന്നേരം. n/2n is less than 1/n+1 plus 1/n+2 etc. 1/2n is less than n/n+1 എന്ന് കിട്ടും. ഇത് ഹാഫ് അല്ലേ, ഹാഫ് ഈസ് ലെസ് ദാൻ 1/2n is less than ഇത് ഒന്നി കുറവല്ലേ, ഇത് തന്നെ ഒന്നി കുറവല്ലേ. if n greater than 1, അപ്പൊ ലിമിറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നത്? ഇൻഫിനിറ്റി 1/2 ലെസ് ദാൻ, ഈ ലിമിറ്റ് എടുക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുവേ. ലിമിറ്റ് n tends to infinity 1/n+1, 1/n+2 etc. 1/2n is അല്ല, അത് എഴുതണ്ട അവിടെ. അപ്പം ബൗണ്ടഡ് ആണെന്നല്ലേ, രണ്ട് നമ്പറിന് ഇടയ്ക്ക് കിടക്കുന്നതിനാണ് ഈ ബൗണ്ടഡ് എന്ന് പറയുന്നത്. സോ 1/n+1 plus 1/n+2 etc. 1/2n is ബൗണ്ടഡ് എന്ന് കിട്ടും. ഇനി ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആണെന്ന് തെളിയിക്കണം. ഇതിൻ്റെ അർത്ഥം ഈ ലിമിറ്റ് 1നും 1/2നും ഇടയ്ക്ക് കിട്ടുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്തതായിരുന്നു ലോഗ് 2 എന്നല്ലേ, അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 6931 1/2നും 1നും ഇടയ്ക്കുള്ള നമ്പർ അല്ലേ. ഇത്ര എഴുതാണ്, ബാക്കി പറഞ്ഞേക്കട്ടെ. ഇനി ഇത് എന്താണ്, മൊണോട്ടോണിക് ഇൻക്രീസിങ് ആണെന്ന് തെളിയിക്കാം. തുടച്ചിക്കട്ടെ ഇത്. അപ്പൊ an എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ് an up to 1/2n. അപ്പം we prove that sequence an is monotonic increasing. അത് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയല്ല, ഇൻക്രീസിങ് ആണെന്നൊന്നും തോന്നത്തില്ല. മൊണോട്ടോണിക് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ an+1 an-നേക്കാൾ കൂടുതലോ തുല്യമോ ആയിരിക്കണം. അപ്പൊ an+1 എത്ര കിട്ടും? n കാണുന്നത് n+1 ഇടുക എന്നർത്ഥം. ഇത് ലാസ്റ്റ് വരുമ്പോൾ 1/2 × n+1 എന്ന് കിട്ടും ഇല്ലേ. ഇത് 1/n+2 plus 1/n+3, ലാസ്റ്റ് ടേം വരുമ്പോൾ 1/2n+2 എന്നല്ലേ. അപ്പൊ ഇങ്ങോട്ട് ഒന്നല്ലേ കൂടുന്നത്. അപ്പൊ ഇതിന് മുമ്പിലത്തെ ടേം എഴുതിയാൽ 1/2n+1, അതിന് മുമ്പിലത്തെ ടേം എഴുതിയാൽ 1/2n ആയിരിക്കും ഇല്ലേ. അപ്പോൾ ഈ an+1 മൈനസ് an പോസിറ്റീവ് ആണെന്ന് തെളിയിക്കണം. ഇത് പോയാൽ എന്ത് വരും? ഇത്രയും പോവുകയല്ലേ, ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ. എവിടെ തൊട്ടാണ്? n+2 തൊട്ടേ പോവുകയല്ലേ. ഇത് ക്യാൻസൽ ചെയ്യാൻ മുകളിൽ ടേം ഉണ്ടോ? 1/2n+1 ഉണ്ടോ ഇവിടെ?
1/2n+2 ഇല്ല, ഇത് ക്യാൻസൽ ചെയ്യാൻ ഇവിടെ ഇല്ല. അപ്പം -1/n+1 എന്ന് കിട്ടും ഇല്ലേ? ശരിയല്ലേ? ഈക്വൽ ടു ഇത് 2 × n+1 എന്ന് എടുക്കാം, -1/n+1. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ LCM 2 × n+1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് കിട്ടുന്നത്? 1 - 2 എന്ന് കിട്ടും ഇല്ലേ? ശരിയല്ലേ? അതായത് -1 എന്ന് കിട്ടും ഇല്ലേ? 1/2n+1 -1/2n+2 എന്ന് കിട്ടും. ഇതിനേക്കാൾ ചെറുതല്ലേ ഇത്? അല്ലേ? ഇതല്ലേ വലുത്, അപ്പോൾ പോസിറ്റീവ് അല്ലേ ഫോർ എവരി n. അതായത് an+1 ഗ്രേറ്റർ ദാൻ an എന്ന് കിട്ടും ഫോർ എവരി n എന്ന് പറഞ്ഞാൽ മൊണോട്ടോണിക് ഇൻക്രീസിങ് ആയിരിക്കും. മുമ്പത്തെ തിയറം അപ്ലൈ ചെയ്ത് ബൗണ്ടഡ് ആണെന്ന് പ്രയോഗിച്ചു, മൊണോട്ടോണിക് ഇൻക്രീസിങ് ആണെന്ന് ചെയ്തു. ഇത് അതിൻ്റെ സുപ്രീമത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ സുപ്രീമം എത്രയാണെന്ന് കിട്ടത്തില്ല ഈ പ്രൂഫിൽ. അത് ആകെ പറയാവുന്ന ഹാഫിനും 1നും ഇടയ്ക്കാന്ന് പറയാം. കറക്റ്റ് ഉത്തരം ഇതിൽ നിന്ന് കിട്ടുകയില്ല, കൺവേർട്ട് ചെയ്യുമെന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരം വേണം, മറ്റേത് വേണം. ഇങ്ങനെ ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് log2 എന്ന് ഓർത്തിരിക്കണം ചോദിച്ചു. അതൊക്കെ അന്നേരത്തെ ഇത് എഴുതുന്നത് നടക്കുകയാണ്. ഇനിയെങ്കിലും ഇത് പഠിക്കാം. ഞങ്ങൾ 2 മാസം മുമ്പ് പഠിച്ചിട്ട് ഇപ്പോൾ ചോദിച്ചിട്ട് പറയുകയില്ല. So sequence n is monotonic increasing. അതിൻ്റെ ബാക്കി since sequence n is monotonic increasing and bounded. Since sequence n is monotonic increasing and bounded, it converges to a number L, small l, which lies between half and 1. ഹാഫിനും 1നും ഇടയ്ക്കെന്ന് ആദ്യം തെളിയിച്ചില്ലേ? അപ്പോൾ നമ്പറും ഹാഫിനും 1നും ഇടയ്ക്കായിരിക്കും. Converges to a number L which lies between half and 1. നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് തെളിയിച്ചത് log2 എന്ന് പറയുന്നത് 0.6931. നമ്മുടെ ഈ വാദത്തിനെ ന്യായീകരിക്കുന്നതാണ് ആ കിട്ടിയത് നമ്പർ. പിന്നെ അടുത്ത ചോദ്യമായിട്ട്
ഇവ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n റേസ് ടു അല്ല 1 റേസ് ടു p പ്ലസ് 2 റേസ് ടു p എക്സെട്ര അപ് ടു n റേസ് ടു p ഡിവൈഡഡ് ബൈ n റേസ് ടു p പ്ലസ് 1 ഈക്വൽസ് p എന്ന് പറഞ്ഞാൽ ഇനി റിയൽ നമ്പറാണ്. Any real number equal to options 0, 1 by p, 1 by p plus 1, infinity. അതിൻ്റെ എഴുതിയോ ചോദ്യം? അത് ഇങ്ങനെ എഴുതത്തില്ലേ, സിഗ്മ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ r ഈക്വൽസ് 1 to n r റേസ് ടു p ഡിവൈഡഡ് ബൈ n റേസ് ടു p പ്ലസ് 1 അങ്ങനെ എഴുതത്തില്ലേ? അത് നമുക്ക് ഒരു n പുറത്തെടുത്തു, ഇങ്ങനെ എഴുതത്തില്ലേ? r/n റേസ് ടു p എന്ന് എഴുതത്തില്ലേ? പുറത്ത് 1/n അകത്ത് r/n. അപ്പോൾ എഫ് എക്സ് എത്രയായിരിക്കും ഇവിടെ? r/n സ്ഥാനത്ത് x ഇട്ടാൽ മതി. അപ്പോൾ എന്ത് കിട്ടുന്നത്? ഇൻ്റഗ്രൽ 0 to 1 എഫ് എക്സ് ഡി എക്സ് എന്നല്ലേ? 0 to എഫ് എക്സിന് എക്സ് റേസ് ടു p ആണ്. എസ് റേസ് ടു p ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് കിട്ടുന്നത്? എസ് റേസ് ടു p പ്ലസ് 1 ബൈ p പ്ലസ് 1 അല്ലേ? അതായത് 1 ബൈ p പ്ലസ് 1 ആണ്. എഴുതിയെടുക്കാം എൻ്റെ പ്രൂഫ്. ഇതും കാണാതെ പഠിക്കണം. ഞാൻ അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള നേരത്തെ ഇതിനാണ് 3 പ്രൂഫ് മറ്റോ പറഞ്ഞിരുന്നത്. ഒരു പ്രൂഫല്ല, ഈ ഒരെണ്ണത്തിന് തന്നെ 3 പ്രൂഫ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സീക്വൻസിൽ വേറെ തിയറംസ് ഒക്കെ വെച്ചത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണമേ പറയുന്നുള്ളൂ. ഇത് മുകളിലുള്ള പവറിനേക്കാൾ 1 പവർ താഴെ കൂടുതലായിരിക്കും അല്ലേ? അങ്ങനെ വരുമ്പോഴാണ് ഇത് കിട്ടുന്നത് 1 ബൈ p പ്ലസ് 1. പ്രോബ്ലംസ് ആയിട്ട് അല്ല, ഇതിൻ്റെ തന്നെ സ്പെഷ്യൽ കേസായിട്ട് അടുത്ത ചോദ്യമായിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 2 എക്സെട്ര അപ് ടു n ബൈ n സ്ക്വയർ. ഇവിടെ p എത്രയാണ്? 1. അപ്പോൾ എത്രയും ഉത്തരം 1/2 അല്ലേ? p ഈക്വൽസ് 1. ചോദ്യം വന്നാൽ ഉടനെ ഉത്തരം എഴുതാം. ഇതൊക്കെ +2 പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചത് ഇതിൻ്റെ ഓർന്നിട്ടിട്ടേ ആദ്യത്തെ n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ എത്രയാണ്? n ഇൻറ്റു n പ്ലസ് 1/2. n പുറത്തെടുപ്പോൾ n സ്ക്വയർ ആവത്തില്ലേ? n ലാർജ് ആകുമ്പോൾ 1/n ടെൻസ് ടു 0 അല്ലേ? ഹാഫ് എന്ന് കിട്ടി. അങ്ങനെയായിരിക്കും +2 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്.
ഇതല്ലാതെ ചോദ്യം കാണുമ്പോഴേ 1/2 എന്ന് പറയാം. ഇത് അടച്ചേക്കട്ടെ ഇവിടെ. ഇനി എന്നെ P2 ഇട്ട് നോക്കാം. 1 square 2 square etc. up to n square by n cube. അത് എത്രയായിരിക്കും ഉത്തരം? 1/p+1 എന്നല്ലേ, 1/3 എന്ന് കിട്ടും അല്ലേ? ഓർ സ്ക്വയറിന്റെ സമ്മ എത്രയാണ്? അതായത് n നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിന്റെ സമ്മ ഓർക്കുന്നുണ്ടോ? n into n plus 1 into 2n plus 1 by 6. ഇവിടുന്ന് 3 n കോമൺ ഫാക്ടർ എടുത്തു. n into 1 plus 1 by n. ഇവിടെ n into 2 plus 1 by n by 6n cube. 3 n അങ്ങ് വെട്ടിപ്പോകത്തില്ലേ? ഇത് 1 plus 0 into 2 plus 0 by 6. 1/3. നേരത്തെ 1/3 അല്ല കിട്ടിയത്. പിന്നെ ഒരു കാര്യം, ഇത് ഓരോന്നും ലിമിറ്റ് എടുത്തു കഴിഞ്ഞാലേ 1/n², 2/n, n/1/n ലിമിറ്റ് 0 എന്ന് വരത്തില്ലേ? എത്രയാണ് കിട്ടിയത്? ഹാഫ്. അപ്പോൾ അത് അങ്ങനെ ടേം ബൈ ടേം എടുക്കാൻ പറ്റത്തില്ലാത്തതിൻ്റെ ഒരു ഉദാഹരണമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കുന്നുണ്ടല്ലോ. എന്താ വ്യത്യാസം? ഇവിടെ നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് 0 എന്ന് എടുത്തു, ഇതിൻ്റെ എന്താ എടുക്കാത്തത്? ഇവിടെ സമ്മായതുകൊണ്ടല്ല, ഇവിടെ നമ്പർ ഓഫ് ടേംസ് n ആണ്, അത് ഫൈനൈറ്റ് അല്ല, ഇൻഫിനിറ്റ് ആണ്. ഇവിടെ 2 ടേം അല്ലേ ഉള്ളൂ, 2 അല്ലേ ഉള്ളൂ. 2 എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആണ്, അവിടെ നമുക്കത് അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് നമ്പർ ഓഫ് ടേംസ് n ആണ്, അത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതാണ്. ഇത് ഭൂരിപക്ഷം പേരും 0 എന്ന് എഴുതി വെക്കും. ഇതും മുമ്പത്തെ ചോദ്യം എല്ലാം അങ്ങനെ 0 എന്ന് എഴുതി വെക്കത്തുള്ളൂ. കഴിഞ്ഞോ എഴുതി? ഇനി ഇത് ഇങ്ങനെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ സ്ക്വയറൊക്കെ. പീറ്റൊന്നും ചോദിച്ചിട്ടില്ല. പീറ്റ ഏത് ചോദ്യം എടുക്കാമല്ലോ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 cube 2 cube up to n cube by n raised to 4. അത് എത്രയായിരിക്കും? 1/4. ഓർ ക്യൂബിന്റെ സമ്മ എത്രയാണ്? n into n plus 1 by 2 whole square എന്നാണ്. n into n plus 1 by 2 whole square by n raised to 4. ഇവിടെ n into n സ്ക്വയർ കിട്ടും അല്ലേ? ഹോൾ സ്ക്വയർ ബൈ ഇത് എത്രയാണ്? 4 അല്ലേ? 4n raised to 4. n സ്ക്വയർ അല്ലല്ലോ, n സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ അല്ലേ? ഇങ്ങനെയാണ്. ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n raised to 4 into by 4n raised to 4. ഇതും ക്യാൻസലായി പോകത്തില്ലേ? ഇത് 1/4 എന്ന് കിട്ടും. നേരത്തെ ഈ 1/4 നേരിട്ട് എഴുതാവുന്ന ഇത്രയും സ്റ്റെപ്പ് വരും. ഇത് ഈ പ്രൂഫ് എഴുതണമെങ്കിൽ ഈ ക്യൂബ് വരെയല്ല നിങ്ങൾ പ്ലസ് 2 പഠിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ റിസൾട്ട് വെച്ച് ഏത് പവറും എഴുതാം. 1/8, 2/8 എക്സെട്ര ടു n raised to 8 by n raised to 9 എത്രയായിരിക്കും? 1/9 ആയിരിക്കും. പക്ഷെ അതിൻ്റെ സം കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുമില്ല. അത് അങ്ങനെ ചെയ്യാനൊക്കെ പവർ കൂടിയതിന്. പിന്നെ അടുത്ത അത് വേറൊരു റിസൾട്ട് പറയാതെ. റിസൾട്ട് 1 raised to p plus 2 raised to p etc. up to n raised to p by n raised to p+1 എന്നല്ലേ പറഞ്ഞത്? അത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ n raised to k എന്നാണ് എടുക്കുന്നതെങ്കിൽ ഈ k p+1 ആണെങ്കിൽ
1/k ആയിരിക്കും. 1/k ആയിരിക്കും. അത് അല്ല, ഇത് p+1 കുറവാണെങ്കിൽ 0യും p+1 കൂടിയാൽ ഇൻഫിനിറ്റി ആയിരിക്കും. അതിൻ്റെ കാരണം നമ്മൾ പറയാം. ഇപ്പോൾ 1 cube 2 cube എക്സെട്ര അപ് ടു n³ ബൈ n⁴ ആണെങ്കിൽ 1/4 എന്നല്ലേ കിട്ടുന്നത്. ബൈ n⁵ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ബൈ n⁴ ഇൻറ്റു 1/n എന്ന് കിട്ടത്തില്ലേ? ഇതിൻ്റെ ലിമിറ്റ് എത്രയാണ്? 1/4. ഇതിൻ്റെ ലിമിറ്റ് എത്രയാണ്? 0. അപ്പോൾ 1/4 × 0 0 ആയിപ്പോവും. അതായത് ഈ മുകളിലത്തെ പവറിനേക്കാൾ താഴത്തെ പവറിൻ്റെ വ്യത്യാസം 1 കൂടിക്കഴിഞ്ഞാൽ 0 ആയിരിക്കും. 1 കുറവാണെങ്കിൽ എങ്ങനെയായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? മുകളിലല്ലേ n വരുന്നത്. അപ്പോൾ ഇത് 1/4 അത് ഇൻഫിനിറ്റി ആയിപ്പോവും. അപ്പോൾ വ്യത്യാസം 1 കുറഞ്ഞാൽ ഇൻഫിനിറ്റിയും 1 കൂടിക്കഴിഞ്ഞാൽ 0യും കറക്റ്റ് 1 ആണെങ്കിൽ ആ 1 ഡിനോമിനേറ്റർ ആയിരിക്കും കിടക്കുന്നത്. ഒന്നിച്ച് പറയാൻ പറ്റിയ ഇത് എഴുതിക്കോളെ. ഈക്വൽ ടു റിസൾട്ട് എന്ന് പറഞ്ഞേ ലിമിറ്റ് n → ഇൻഫിനിറ്റി ഉണ്ട് ഈക്വൽ ടു 1/p+1 ഇഫ് k = p+1 ആണെങ്കിൽ അല്ലേ. അതല്ല p+1 കൂടിക്കഴിഞ്ഞാൽ 0 ആയിരിക്കും അല്ലേ. +1 കുറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. മനസ്സിലായോ എങ്ങനെയാണ്? അതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ എഴുതിയിട്ടില്ല. പ്രൂഫ് പറഞ്ഞോ? ഇതെല്ലാം ഒന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതല്ല അത് വെച്ചൊരു ചോദ്യം പറയാം. ലിമിറ്റ് n → ഇൻഫിനിറ്റി 1/4 + 2/4 എക്സെട്ര അപ് ടു n⁴ ബൈ n⁵ മൈനസ് ഇത് രണ്ടും കൂടെ കലർത്തിയുള്ള ചോദ്യമാണ്. ഇതിൻ്റെ എത്രയായിരിക്കും ഈ ലിമിറ്റ്? അടുത്ത ചോദ്യമായിട്ട് ഇത് കറക്റ്റ് വ്യത്യാസം ഒന്നില്ലേ. അപ്പോൾ 1/5 എന്ന് കരുത്തില്ലേ. ഇതോ വ്യത്യാസം 1 കൂടുതലാണ്. അപ്പോൾ 0 ആയിപ്പോവും. 1/5 എന്ന് കിട്ടും. അതടുത്ത ചോദ്യമായിട്ട് എഴുതിക്കോളാം. ഈക്വൽസ് എന്നിട്ട് ആൻസർ കൂടെ എഴുതിക്കോ. ഓപ്ഷൻസ് A 1/4, B 1/5, C 1/20, D 0. രണ്ട് റിസൾട്ട് അപ്ലൈ ചെയ്യും. മുമ്പ് എഴുതിയതിനകത്തെ 2 കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വ്യത്യാസം 1 വന്നു കഴിഞ്ഞാൽ 1 ഡിനോമിനേറ്റർ ആണ് പവർ. വ്യത്യാസം 1 കൂടുമ്പം 0 ആണ്. 1 കുറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഈ ചോദ്യം വന്നാൽ മറ്റേ രീതി ചെയ്യാനൊക്കെ അല്ല. നമ്മൾ കോർത്ത് പവറിൻ്റെ സമ്മ് പഠിക്കുന്നില്ലല്ലോ നിങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡിറൈവ് ചെയ്തെടുക്കണം. ഇപ്പൊ സമയം എത്ര? ഒരു വീഡിയോ അതെ സമയം അടുത്ത വീഡിയോ